3 ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ ഇങ്ങനെ കാണുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ വിശുദ്ധ ആരാധന നടുവിൽ ഹൃദയ നുറുക്കത്തോടെയും മാനസിക തകർച്ചയോടെയും ദൈവവാദപടത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലെ, എൻ്റെ കർത്താവ് നിൻ്റെ മുറിവുകളെ കെട്ടുവാൻ മതിയായവനാണ്. വിശ്വാസത്തോടെ ദൈവവചനം ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് അത് പ്രകാരം നീ ജീവിതയാത്ര നയിപ്പാൻ തയ്യാറായാൽ, ഏതൊക്കെ പ്രതികൂലം നിനക്കെതിരെ കടന്നു വന്നാലും, ആരൊക്കെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റ് വന്നാലും, അവരുടെ മുമ്പിൽ നീ പരാജയപ്പെടുവാൻ നീ സേവിക്കുന്ന നിൻ്റെ ദൈവം ഇടവരുത്തത്തില്ല. ഈ നല്ല പകലിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ദൈവമേ, ഇത്രത്തോളം ഞാൻ വന്നത് നിൻ്റെ കൃപയാല, എന്നാൽ നിൽപ്പാൻ കഴിയാത്ത പ്രതികൂലം ഒന്നിനു പുറകെ ഒന്നൊന്നായി എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. എപ്രകാരം മുൻപോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. നീ എനിക്കൊരു വഴി പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കരയുന്ന ദൈവപ്പതിലെ, ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾപ്പാൻ തയ്യാറുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ കടന്നുവരടയിത്തീരും. നമുക്ക് വായിക്കാം 1 ശമൂവേലിൻ്റെ പുസ്തകം, സ്തോത്രം, 9-ാം അധ്യായം, അതിൻ്റെ 21-ാം വാക്യം. 1 ശമൂവേലിൻ്റെ പുസ്തകം, സ്തോത്രം, 9-ാം അധ്യായം, അതിൻ്റെ 21-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്തിൽ നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത്? സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ പറഞ്ഞത്? സ്തോത്രം. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മരുഭൂമി യാത്രയിലൂടെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ കേട്ട് അനുസരിച്ച് അതുപ്രകാരം യാത്ര ചെയ്യാതെ തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും സർവശക്തനായ ദൈവം തൻ്റെ ജനത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ കാണുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് തിരഞ്ഞെടുക്കും, ദൈവമോ ഹൃദയത്തെ കണ്ട് തിരഞ്ഞെടുക്കും. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നീയും ഞാനും ഇവിടെ ദൈവത്തെ ആരാധിക്കാൻ വന്നത് നിൻ്റെയും എൻ്റെയും കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയോ ഇല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തെടുത്ത നന്മയുടെ പൂർണ്ണതയോ അല്ല. പിന്നെയോ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ കണ്ടവൻ നിന്നെ പാർ ചൊല്ലി വിളിച്ചു. എന്തിനെന്നറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന്. ഒരു ജ്ഞാനമില്ലാത്ത നിന്നെയും എന്നെ തിരഞ്ഞെടുത്ത് അവൻ്റെ പ്രിയ മക്കളെന്ന് പേർ ചാർത്തപ്പെട്ട് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി മാറ്റി നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ നിന്നെയും എന്നെയും അവൻ അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ കുഞ്ഞെ, നീ ഞാനും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ നീ ഏതൊക്കെ ദേശത്ത് പോയാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം നിന്നോട് വെളിപ്പെട്ട് വരും. നീ ചോദിക്കുന്നത് ദൈവം തരും, നീ പ്രാർത്ഥിക്കുന്നതിന് മറുപടി ദൈവം തരും, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താതെ അവൻ മാറിപ്പോകയില്ല. അന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് അന്ത്യത്തോളം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തി മാനിക്കുവാൻ ശക്തനെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് മുഴുമഹത്വം കൊടുക്ക്. ഇസ്രായേലിൻ്റെ രാജാവായി
സ്തോത്രം. ശൗലിനെ ദൈവം തിരഞ്ഞെടുത്ത് സ്തോത്രം തൻ്റെ ജനത്തിന് നായകനാക്കി നിർത്തുമ്പോൾ സ്തോത്രം ശൗല് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാനിടയായി. സ്തോത്രം. അവൻ പറഞ്ഞത്, ഞാൻ എല്ലാ കുടുംബങ്ങളിലും വച്ച് ഏറ്റവും ചെറിയ കുടുംബമാണ്, ഞങ്ങൾക്ക് ശ്രേഷ്ഠത പറയുവാൻ ഒന്നുമില്ല. കുഞ്ഞെ, ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നിനും കഴിയത്തില്ലെന്ന് നീ സ്വയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമെന്ന് പറയുന്നതിനെ സാധ്യമാക്കി തന്ന് ശത്രുക്കളുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തി മാനിപ്പാൻ എൻ്റെ കർത്താവ് നിന്റെ കൂടെ നിൽക്കും. നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ട് നീ പറയണം, കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും സമൂഹത്തിന് മുമ്പിൽ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു, പരിഹസിക്കപ്പെട്ടിരിക്കുന്നു, തകർക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എത്ര ഉയരണമെന്ന് ആഗ്രഹിച്ചിട്ടും എനിക്ക് ഉയരുവാൻ കഴിയുന്നില്ല. നാല് പാടുന്നും ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ വാടകോരിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ പ്രതികൂലത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിപ്പാൻ അങ്ങയ്ക്ക് മനസ്സലിവ് തോന്നണമേ എന്ന് നീ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി നീ ഒന്ന് പറയാൻ തയ്യാറുണ്ടോ? ശത്രുക്കൾക്ക് മുൻപാകെ മേശ ഒരുക്കി നിന്നെ മാനിച്ചുയർത്തുവാൻ എൻ്റെ കർത്താവ് നിന്റെ അടുക്കലേക്ക് കടന്നു വരും. സ്തോത്രം. സർവശക്തനായ ദൈവം ശൗലിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി ഉയർത്തി മാനിച്ചു. സ്തോത്രം. ഒരു യോഗ്യതയുമില്ലാതിരുന്നവനെ യോഗ്യനാക്കി തീർത്ത സർവശക്തൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയോടെ ശൗൽ യാത്ര ചെയ്യുമ്പോൾ ശൗൽ ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങി. സ്തോത്രം. സർവശക്തനായ ദൈവം അരുത് എന്ന് പറഞ്ഞതിനെ ശൗൽ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ സർവശക്തനായ ദൈവം അവനെ കൈവിട്ടു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും സർവശക്തനിൽ നീ ആശ്രയിച്ചാൽ സർവശക്തനായ ദൈവം നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ ഉയർത്തി മാനിക്കും. സ്തോത്രം. നീ തകർന്നു പോകും, നിന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും, നിന്റെ കൂട്ടാളി നന്മ കാണത്തില്ല, നിന്റെ ഭവനം സമൂഹത്തിൻ്റെ മുൻപിൽ തകർന്നടിയുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞ് മാറി നിന്ന് വാദിച്ചു വെല്ലുവിളിച്ച് നിന്നെ അപഹാസ്യം പറയുമ്പോൾ, നിന്നെ അപകടപ്പെടുത്തി നിന്നെ ദേശത്തുനിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, കുഞ്ഞെ, നിന്നെ വിളിച്ച ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്ക്. നിന്നെ തെരഞ്ഞെടുത്ത ദൈവം നിന്നെ ശത്രുവിൻ്റെ കരത്തിൽ വിട്ടുകൊടുക്കത്തില്ലെന്ന് നീ വിശ്വസിക്ക്. രോഗം കൊണ്ടുവന്ന് നിന്നെ തകർക്കുവാൻ ഒരു പിശാചിനെ ദൈവം അനുവദിക്കത്തിൽ നീ വിശ്വസിക്ക്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ട നീ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു പോയാൽ ശൗലിനെ പോലെ നീയും തകർന്നു പോകുവാൻ ഇടയായി തീരും. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം ഒരുവനെ തെരഞ്ഞെടുത്താൽ അന്ത്യത്തോളം അവൻ ജയത്തോടെ നടത്തും. സ്തോത്രം. ആ വിശ്വാസം നിനക്കൊണ്ടായിരിക്കണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, പട്ടിണി വരുമ്പോൾ, നിന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, കരുതിയ നന്മകളെ ഓർത്ത് അന്ത്യത്തോളം നടത്താമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പറയണം, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്ക് ജീവിക്കുമെന്ന്. ധൈര്യത്തോടെ, ചങ്കൂറ്റത്തോടെ ദൈവം മുമ്പാകെ നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ ഒരു ശത്രുവും നിന്നെ ജയിക്കില്ല. ഒരു വാഴ്ചകളും ഒരു അധികാരങ്ങളും നിന്റെ മേൽ അവകാശം പറഞ്ഞ് നിന്നെ തകർക്കും ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നോക്ക്, ഇവിടെ ശൗല് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു. അവൻ ഉയർച്ച പ്രാപിച്ചപ്പോൾ അവൻ്റെ അകത്ത് നെഹളം കയറി. സ്തോത്രം. അഹന്ത വന്നു. ഞാനെന്ന ഭാവം തന്നിലേക്ക് കടന്നു വന്നപ്പോൾ ശത്രു അവനെ കടന്നു പിടിച്ചു. വായിക്കാം. സ്തോത്രം. 16-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അടുത്തേ പ്രൈസ് ദി ലോർഡ്. നോക്ക്, രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് പിശാചി ചിന്തകൾ കൊണ്ടിട്ട് തന്നെ ഭൂതം ബാധിച്ച അവസ്ഥയിലേക്ക് താൻ മാറ്റപ്പെടുമ്പോൾ ഒരു വൈദ്യന് വിടുവിപ്പാൻ കഴിയാത്ത ഒരു രോഗവുമായി ശൗൽ ബന്ധപ്പെടുമ്പോൾ ആ രോഗത്തെ മാറ്റുവാൻ ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ താൻ കേട്ട ഒരു കേൾവിയാണ്. സ്തോത്രം. ദാവീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. സ്തോത്രം. അവനോട്
അവനോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ലോകത്തിൽ പലരും അന്വേഷിക്കുന്ന ലോകത്തിൻ്റെ നന്മയാ. എന്നാൽ ദൈവത്തിൻ്റെ മുഖം ആരന്വേഷിക്കുമോ അവനോടുകൂടെ ദൈവമുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശൗല് ലോകത്തിൻ്റെ നന്മ അന്വേഷിച്ചപ്പോൾ ലോകത്തിൻ്റെ പിശാച് അവനെ കടന്നു പിടിച്ച് അവനെ രോഗത്തിനടിമയാക്കി. എന്നാൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച ദാവീദ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. അങ്ങനെയാണെങ്കിൽ പിശാച് ബാധിച്ച ശൗല് ചോദിക്കുക, ഈ രോഗത്തിന് ശമനം വരുത്തുവാൻ ദൈവത്തിൻ്റെ ദാസന്മാർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പറയുക, ഒരുത്തനുണ്ട്. അവൻ രോഗത്തിന് മാത്രം പരിഹാരം തരുന്നവനല്ല, അവൻ യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവൻ, അവൻ പരാക്രമശാലിയ. ദാവീദിനെ ആരാ യുദ്ധം പഠിപ്പിച്ചത്? സ്തോത്രം. അവൻ യുദ്ധക്കളത്തിൽ യുദ്ധം അഭ്യസിക്കാൻ പോയില്ല, പിന്നെയോ സൈന്യങ്ങളുടെ ദൈവമാണ് അവനെ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ ലോകത്തിലെ മനുഷ്യനെയല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം. നീ ആഗ്രഹിക്കുന്നുണ്ടോ അത് തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. സ്തോത്രം. നോക്ക്, ദാവീദിനെ വരുത്തുക എന്ന് സ്തോത്രം ശൗൽ പറഞ്ഞു. സ്തോത്രം. ദാവീദിനെ അവർ കൊണ്ടുവന്നു. ദാവീദ് ശൗലിൻ്റെ മുമ്പിൽ കിന്നരം വായിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. എപ്പോഴൊക്കെ ദാവീദ് ശൗലിൻ്റെ അടുക്കൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എപ്പോഴൊക്കെ കിന്നരം വായിച്ച് പാടിയിട്ടുണ്ടോ, ആ സമയത്തെല്ലാം ശൗലിൽ നിന്ന് ദുരാത്മാവ് മാറിപ്പോയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിലേക്ക് വരുമായിരുന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും തയ്യാറുണ്ടെങ്കിൽ ഒരനർത്ഥവും നിനക്ക് വരാതെ സർവശക്തനായ ദൈവം നിന്നെ കാക്കും. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ സർവശക്തൻ തൻ്റെ ദൂതഗണത്തെ കൊണ്ട് നിനക്ക് കാവൽ നിർത്തും. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ശൗലിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ദുരാത്മാവ് വിട്ടുപോയത് ദാവീദ് പാടി പ്രാർത്ഥിച്ചപ്പോഴെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ കുടുംബത്തെ തകർക്കും, നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കും, നിന്റെ കൂട്ടാളിയുടെ ജീവിതത്തെ ഇല്ലാതാക്കും, നിന്റെ ഭവനത്തിനകത്ത് ശൂന്യത കൊണ്ടുവരുമെന്ന് പറയുന്ന പിശാചിൻ്റെ വാക്ക് കേട്ടിട്ട് നീ നിരാശപ്പെടാതെ പിശാചിനോട് പറയണം, പിശാചെ, നിനക്ക് എൻ്റെ മേലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലോ എൻ്റെ കൂട്ടാളി മേലോ അവകാശമില്ല, മാറ് പിശാച് എന്ന് നിന്റെ നാവെടുത്ത് ആത്മാവിൽ നീ ശാസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദേശത്തെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിക്കും നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ കൂട്ടാളിയോ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. അത് നിന്നിലുള്ളിടത്തോളം കാലം ഒരനർത്ഥവും വരാതെ നീ ഭൂമിയിൽ ജയോത്സവമായി യാത്ര ചെയ്യും. സ്തോത്രം. എന്നാൽ പറയട്ടെ, ദുരാത്മാവ് ശൗലിനെ വിട്ടുപോയെങ്കിലും രാജ്യത്തെ വിട്ടുപോയില്ല. സ്തോത്രം. നോക്ക്, ശൗലിൻ്റെ മേൽ നിന്ന് മാറിയ ദുരാത്മാവ് ആരുടെ മേൽ ചെന്ന് കയറിയെന്നറിയാമോ? ഗോലിയാത്തിൻ്റെ മേൽ ചെന്ന് കയറി. സ്തോത്രം. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ടവൻ, ദൈവമഹത്വം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്നവൻ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവത്തോട് കൂടെ നടക്കേണ്ടുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്ന് മാറി ലോകത്തിൻ്റെ നന്മയും ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളും ലോകത്തിൻ്റെ ആഡംബരത്തിലും മുഴുകി. സ്തോത്രം. നോക്ക്, ശൗല് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ഞാൻ ഒന്നുമല്ല, എൻ്റെ കുടുംബം ഈ സ്ഥാനത്ത് വരാൻ യോഗ്യതയില്ല, ഒന്നുമില്ലാത്തവന് എല്ലാം ലഭിച്ചപ്പോൾ അവൻ തന്നവനെ മറന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ആരുമല്ലാതിരുന്ന നിന്നെ ആരൊക്കെ ആക്കി തീർത്തത് ലോകത്തിലെ പാസ്റ്ററല്ല, സഭയല്ല, സ്തോത്രം, പരിശുദ്ധാത്മാവ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം എന്ത് പറയുന്നു? അതിന് കീഴ്പ്പെട്ട് അത് പ്രകാരം ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവസനിൽ കടന്നു വന്ന് മുഴങ്കാലുമടക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ദൈവസനിൽ ജാഗരിപ്പാനും ഉപവസിപ്പാനും നീ തയ്യാറാണെങ്കിൽ നിന്നെ ഒരു ശത്രുവും ജയിക്കത്തില്ല. നിന്റെ കുടുംബത്തിലൊരു പിശാചും കടന്നു വന്ന് നഷ്ടങ്ങൾ ഉണ്ടാക്കത്തില്ല. നിന്റെ തലമുറയുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്യുവാൻ സർവശക്തനായ ദൈവം സമ്മതിക്കത്തില്ല. പിശാച് കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം നിന്നോട് പറയും, കുഞ്ഞെ, മുഴങ്കാലുമടക്ക പ്രാർത്ഥിക്കുന്ന സർവശക്തൻ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കും, നിന്നോട് വ്യാപരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, ദാവീദിൽ നിന്ന് സ്തോത്രം ആത്മാവിൻ്റെ വ്യാപാരം വെളിപ്പെടുമ്പോൾ സ്തോത്രം ശൗലിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് വിട്ടുപോയെങ്കിൽ, എന്നാൽ ആ ദുരാത്മാവ് ചെന്നിട്ട് ഒരു ഗോലിയാത്തിൻ്റെ മകൾ കയറി. സ്തോത്രം. എന്തുകൊണ്ടെന്നറിയാമോ? പലവട്ടം ദൈവം മഹത്വം ദൈവം വെളിപ്പെടുത്തിയിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കാൻ കഴിയാതെ ശൗല് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയും മറിഞ്ഞും ദൈവമഹത്വത്തിന് വിപരീതമായി നിന്നു. സ്തോത്രം. ദൈവദാസന്മാരെ
സ്വത്രം കുറ്റം വിധിക്കുവാനും ദൈവദാസന്മാർക്കെതിരെ സ്വത്രം വാടകോരുന്ന് കളമൊരുക്കുവാനും സാഹചര്യങ്ങൾ നോക്കി അവരെ കൊല്ലുവാനും ദൈവത്തിൻ്റെ നിയമത്തെ മറിച്ച് കളയുവാനും ശ്രമിച്ച ശൗലിൻ്റെ ജീവിതത്തിൽ സ്തോത്രം ദൈവകൃപ നഷ്ടപ്പെട്ടു. സ്തോത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചെന്നെങ്കിൽ അന്ത്യത്തോളം ആ കൃപയിൽ നിൽക്കണം. ഇല്ലെങ്കിൽ ദുരാത്മാവ് നിന്നെ കടന്നു പിടിക്കുമ്പോൾ നീ തകർന്നു പോകും. നീ പിന്നെ തൊടുന്നതെല്ലാം പരാജയത്തിൽ ചെന്ന് തീരുവാനിടയായി തീരും. നീ എത്ര പ്രാർത്ഥിക്കുന്നാലും നീ എത്ര ഉപവസിച്ചാലും ദുരാത്മാവ് നിന്നെ വിട്ടുപോകത്തില്ല. അവൻ നിന്നെ തകർത്തേ അവൻ പോകത്തുള്ളൂ. നോക്ക്, ദാവീദ് ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ശൗലിൻ്റെ മേലുള്ള ദുരാത്മാവിനെ മാറ്റുമായിരുന്നു. എന്നാൽ ദുരാത്മാവ് മാറിക്കഴിയുമ്പോൾ ശൗലിൻ്റെ ഹൃദയത്തിനകത്ത് ദാവീദിനോട് സ്നേഹമല്ല തോന്നുന്നത്, പകരം അവനെ കൊല്ലുവാനുള്ള വൈരാഗ്യമാണ്. എന്തുകൊണ്ടാണ് ശൗല് ദാവീദിനെ കൊല്ലുവാൻ ഇടയായി തീർന്നത്, അല്ലെങ്കിൽ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചത്? എന്തുകൊണ്ടാണ്? സ്തോത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ, ദാവീദിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം പിശാചിനോട് പോരാടുന്നത് ശൗലിനറിയാം. സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഇവൻ ഇവിടെ എന്നോട് കൂടെ ഇരുന്നാൽ നാളെ ഇവൻ ഈ രാജ്യത്തിന് എൻ്റെ പദവിക്കും അവകാശിയായി തീരും എന്ന് ശൗലിനോട് ആര് പറഞ്ഞു കൊടുത്തു? സ്തോത്രം അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ഉറപ്പിച്ചു കൊടുത്തു. സ്തോത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവകൃപ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വെളിപ്പെടുന്നത് മുഴുവനും പൈശാചിക സ്വഭാവമായിരിക്കും. ആ പിശാച് നിന്നെ കൊണ്ടെത്തിക്കുന്നത് ഉയരത്തിലേക്കായിരിക്കത്തില്ല, ഏറ്റവും അധപ്പതിച്ച താഴ്വാരങ്ങളിൽ തകർച്ചയുടെ അടിത്തട്ടിലേക്കും നിന്നെ കൊണ്ടെത്തിക്കൊണ്ടേ തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മൺകൂടാരത്തിൽ സർവശക്തനായ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയുന്ന പൈശാചിക സ്വഭാവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരാതെ മുഴുസമയം ദൈവത്തിന് മഹത്വമുള്ളവളായി ദൈവത്തോടുകൂടെ വസിപ്പാൻ തയ്യാറായാൽ വിജയം നിനക്ക് അവസാന കാലം വരെ ഉണ്ടായിരിക്കും. എന്നാൽ ശത്രുവിന് ഇടം കൊടുത്താൽ, പിശാചിന് ഇടം കൊടുത്താൽ നീ വഴിയിൽ വെച്ച് വീണ് തകർന്നു പോകണയായി തീരും. സ്തോത്രം ദുരാത്മാവ് മാറി ദൈവത്തിൻ്റെ ആത്മാവിൽ സൗഖ്യം പ്രാപിക്കുമ്പോൾ ആർക്ക് സുബോധം വരുമെന്നറിയാമോ? ശൗലിന് സുബോധം വരും. അപ്പോഴാണ് അവൻ്റെ അകത്തേക്ക് ഓടി വരുന്നത്, ഈ ദാവീദ് സാധാരണക്കാരനല്ല കുഞ്ഞെ, നീ സാധാരണക്കാരനല്ല, നീ ഒരു അസാധാരണ വ്യക്തിയാണെന്ന് ലോകത്തിനും അറിയാം, ലോകത്തിലെ അധികാരികൾക്കും അറിയാം, പിശാചിനും അറിയാം. അവരെല്ലാം നിന്നെ കാണുമ്പോൾ പകയ്ക്കുന്നത്, നിന്നെ കാണുമ്പോൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കണ്ടിട്ട അവർക്കറിയാം നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും, നീ നന്മ പ്രാപിക്കും, നിന്റെ തല ഉയരും. അത് ഉയർത്താതെ ഇരിപ്പാൻ പിശാച് പല പദ്ധതികൾ ഒരുക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദാവീദിന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് സകല ഭൂതത്തെയും പുറത്താക്കുവാൻ കഴിവുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു. ശൗലിന് മനസ്സിലായി, ഈ ആത്മാവിനാൽ ഈ അധികാരവും അവൻ്റെ മേൽ ചെല്ലും. സ്തോത്രം നോക്ക്, ദാവീദ് സ്തോത്രം ദൈവത്തിൻ്റെ സ്ഥലം നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നേരോടെ തൻ്റെ യജമാനൻ, തൻ്റെ രാജാവ് സുഖമായി ശുഭമായി ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പൂർണ്ണതയോടെ ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചത്. സ്തോത്രം. പക്ഷേ ശൗലോ അത് തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും അറിയുന്ന ഒരുവനുണ്ട്, സ്വർഗത്തിലെ ദൈവം. അകൃത്യം മറച്ചു വെച്ചാൽ ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് പോലെ നിന്റെ ഹൃദയത്തിനകത്ത് മറ്റുള്ളവൻ്റെ വിടുതലാണ് നീ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർ വിടുതൽ പ്രാപിക്കും. അതല്ല ദുഷ്ടത വകഞ്ഞു വെച്ചുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ ദുഷ്ടത നിന്റെ മേൽ തന്നെ തിരികെ വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഉപവസിക്കുന്ന ദൈവപൈതലേ, ദൈവത്തോട് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലേ, അകൃത്യം എടുത്ത് കളഞ്ഞിട്ട് പാപ സ്വഭാവങ്ങളെ വിട്ടുതിരിഞ്ഞിട്ട്
നിർമ്മല ഹൃദയത്തോടെ നിഷ്കളങ്കതയോടെ നിന്റെ കൂടപ്പുറപ്പിന് വേണ്ടി, നിന്റെ കൂട്ടുവിശ്വാസിക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ദൈവദാസന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒഴിഞ്ഞതിനെ നിറപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ടല്ലോ നിന്റെ ഹൃദയത്തിനകത്ത് നിറയുമ്പോൾ അത് അനുഗ്രഹമായി, അത് നന്മയായി, അത് സന്തോഷമായി, അത് പൂർണ്ണ വിജയമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, എൻ്റെ ദൈവം നിന്നെ വിളിച്ചത് ലോകരുടെ മുമ്പിൽ പരസ്യക്കൊലമാക്കി തകർത്ത് കളയുവാനല്ല, പിന്നെയോ അവരുടെ തലയാക്കി നിന്നെ ഉയർത്തുവാനാ. അങ്ങനെയെങ്കിൽ ഉയരാതെ വണ്ണം നിന്നെ താഴേക്ക് തകർക്കുന്ന ദൂട്ടാപ്പിശാചിന്റെ മേൽ ചവിട്ടി നിന്നുകൊണ്ട് പറ, എൻ്റെ ദൈവത്താൽ ഞാൻ സകല മതിലും ചാടിക്കടക്കുമെന്ന്. പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തിൽ ആശ്രയിക്ക്. സർവശക്തനായ ദൈവം ശത്രുക്കൾക്ക് മുൻപാകെ മേശോരിക്ക് നിന്നെ മാനിക്കുക മാത്രമല്ല, ദേശത്ത് നീ ഉയർച്ച പ്രാപിക്കുന്നത് ശത്രുക്കൾ കണ്ണുകൊണ്ട് കാണും. ഹൃദയത്തിനകത്ത് വീണ സ്തോത്രം ആ ഒരു ദുർചിന്ത, സ്തോത്രം എന്താണ്? അധികാരം, സ്ഥാനം, അംഗീകാരം, സ്തോത്രം തനിക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കൽ പോലും വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നില്ല, സ്തോത്രം ദാവീദ് ശൗലിൻ്റെ രാജസ്ഥാനം ആഗ്രഹിച്ചിട്ടാണ് സ്തോത്രം ശൗലിൻ്റെ രോഗശമനമാക്കാൻ വന്നതെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗം ബാധിച്ചിരിക്കുന്നവനെ അവിടെ ഇട്ട് ചവിട്ടി കൊല്ലത്തേലേ ഉള്ളൂ. സ്തോത്രം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാറിപ്പോകാതെ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയം കാഠിന്യം നിറഞ്ഞതാ. സ്തോത്രം നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ലാതെ ഇരിക്കുന്നതാ. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ തൻ്റെ യജമാനൻ, തൻ്റെ രാജാവ് രാജ്യത്തിൽ സുഖത്തോടെ ഇരിക്കണം എന്നാഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ ദാവീദ് ശൗലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് സർവശക്തനായ ദൈവം ശൗലിന് മേലുള്ള ദുരാത്മാവിനെ എടുത്തു മാറ്റുന്നത്. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗം എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെയും എൻ്റെയും പ്രാർത്ഥന ഉയരത്തിലെത്തുമ്പോൾ സർവശക്തൻ ഇറങ്ങി വന്ന് വിടുതൽ തരും. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് കുഞ്ഞെ, നീ ഇവിടെ വന്നത്, സ്വർഗം നിന്നെ കൊണ്ടുവന്നത് നിന്നെ തകർക്കുവാനല്ല, തകർന്നു കിടന്നതിനെ പണിതെടുത്ത് സർവശക്തന് മഹത്വമുള്ളവളാക്കി തീർക്കാനാ. അങ്ങനെയാണെങ്കിൽ ഉടഞ്ഞു പോയതിനെ പണിയാൻ കഴിയുന്നവൻ്റെ കരത്തിലാ നീ ഈ പകൽക്കാലം ഇരിക്കുന്നതെന്ന് നീ വിശ്വസിക്ക്. നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ കരയുന്നുണ്ടായിരിക്കും, നിന്റെ കൂട്ടാളിയെ ഓർത്ത് കരയുന്നുണ്ടായിരിക്കും, സാമ്പത്തിക ശൂന്യത കണ്ടിട്ട് നീ വിഷമിക്കുന്നുണ്ടായിരിക്കും, നിന്റെ കലവറ ശൂന്യത കണ്ടിട്ട് നിന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. സകലതും അറിയുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം പറയുക, നീ കുറഞ്ഞു പോകുവാൻ, നീ തകർന്നു പോകുവാൻ, നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്നെ ഞാൻ ഉയർത്തും, നിന്റെ കൂട്ടാളി ഉയർത്തും, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ മാനിച്ച് ദേശത്തിന് മുമ്പിൽ നിന്നെ ഉയർത്തി മാനിക്കാതെ ഞാൻ പോകത്തില്ലെന്ന് കർത്താവ് പറയുമ്പോൾ ആ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്ക്. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ശൗലിന് വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അത്ഭുതം ചെയ്തു. എന്നാൽ ശൗലിൻ്റെ അകത്ത് ദുരാത്മാവ് കയറി. എപ്പോഴാണ് ദുരാത്മാവ് കയറിയെന്നറിയാമോ? സ്തോത്രം തൻ്റെ ചിന്താമണ്ഡലങ്ങൾ ദൈവത്തിൽ നിന്ന് മാറി, ദൈവിക അത്ഭുത പ്രവർത്തികളിൽ നിന്ന് മാറി, ദൈവം ചെയ്ത നന്മകളെ മറന്നു. സ്തോത്രം ദൈവത്തോടു കൂടുള്ള സവകാശം മറന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പേക്കോലമായി മാറി. ലോകത്തിൻ്റെ മുമ്പിൽ സ്തോത്രം അവൻ സമർപ്പിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. ദൈവം പറഞ്ഞത് ഏറ്റെടുത്ത് അനുസരിച്ച് അതുപ്രകാരം രാജ്യഭരണം നടത്തേണ്ടതിന് പകരം ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ പ്രവാചകൻ്റെ വാക്കിനെ മറുതലിച്ച് ദൈവിക അരുളപ്പാടുകളെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം താൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ വേണ്ടി ശൗൽ ശ്രമിച്ചപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, ഞാൻ അവനെ ആ സ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുന്നു. സ്തോത്രം. കർത്താവ് നിന്നെ ഒരു സ്ഥാനത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവഹിതമല്ലാത്തത് നിൻ്റെ നാവിൽ വരരുത്. നിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നീ ചിന്തിക്കരുത്. നിന്നെക്കുറിച്ച് പലരും കുറ്റം പറയുന്നുണ്ടായിരിക്കും, നിൻ്റെ മക്കളെക്കുറിച്ച് പലരും നിന്നയും പരിഹാസവും പറയുന്നുണ്ടായിരിക്കും, നിൻ്റെ കൂട്ടാളിയെ തകർക്കുവാൻ വേണ്ടി ശത്രു പദ്ധതി ഒരുക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആരൊക്കെ നിനക്കെതിരെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ,
നിൻ്റെ കുടുംബത്തിനെതിരെ ശത്രുത്വം വെച്ച് പുലർത്തിയാലും സർവശക്തനായ ദൈവം അതിനെ എടുത്തു മാറ്റി നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസം അധികം വിദൂരമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്കണം. അവൻ എന്നെ ഉയർത്തും, ഞാൻ അവൻ്റെ പൈതല, അവൻ്റെ ആത്മാവൻ്റെ കൂടെയുണ്ട്, ഒരു ശത്രുവിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. ദൈവം നിന്റെ കൂടെയുണ്ട്, ആർക്കും നിന്നെ തകർക്കാൻ പറ്റാത്തതുപോലെ അഭിഷേകത്താൽ, ദൈവകൃപയാൽ, സ്വർഗീയ ദൂതന്മാരുടെ കാവലാൽ നിന്നെ അവൻ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദ് സ്തോത്രം ദൈവസന്നിധിയിൽ കരഞ്ഞു. സ്തോത്രം എന്തുകൊണ്ടെന്നറിയാമോ? ദാവീദിനെതിരെ കുന്തമൂരിക്കൊണ്ട് ശൗല് കൊല്ലുവാനായി ചാടി വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, എന്തുകൊണ്ടാണെന്നറിയാമോ? സ്തോത്രം. ദാവീദിനെ കൊല്ലുവാൻ ശൗല് ചാടി വന്നത്. സ്തോത്രം. ദാവീദ് ഒരു ദോഷവും ചെയ്തില്ല. സ്തോത്രം. ദാവീദ് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. രോഗിയായി കിടക്കുന്ന തൻ്റെ രാജാവിന് സൗഖ്യം കൊടുക്കണമേ എന്ന് ദൈവത്തിന് സന് നെടുമ്പാട് വീണ് കരഞ്ഞതേ ഉള്ളൂ. പക്ഷേ ശൗലിൻ്റെ അകത്ത് പിശാച് കയറിയത് സ്തോത്രം ചില പെണ്ണുങ്ങൾ കാരണമാണ്. സ്തോത്രം, സ്തോത്രം. ശൗലിൻ്റെ അകത്ത് പിശാച് കയറിയത് ചില പെണ്ണുങ്ങൾ പറഞ്ഞ വാക്കാ. എന്താ പറഞ്ഞത്? സ്തോത്രം. എന്താ പറഞ്ഞത്? സ്തോത്രം. നമുക്ക് വായിക്കാം. അതിന് തൊട്ടു മുമ്പ് സ്തോത്രം നമുക്ക് മറ്റൊരു ഭാഗം വായിക്കണം. സ്തോത്രം. പിന്നെ 17:38 വായിച്ചേ. സ്തോത്രം. ഇപ്പം നോക്ക്, ദൈവം കൊടുത്ത അധികാര വസ്ത്രം, ദൈവം അണിയിച്ച രാജകീയ വസ്ത്രം പ്യായ് ബാധിച്ചപ്പം അത് ഊരി വെക്കേണ്ടി വന്നു. സ്തോത്രം. കൃപയുള്ളവൻ്റെ മേൽ അത് വീണു. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നിൻ്റെ മേൽ പകർന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ടല്ലോ, അത് നീ നഷ്ടപ്പെടുത്തിയാൽ അത് മറ്റൊരുവരിലേക്ക് മാറ്റപ്പെടും. കാരണം ദൈവം തൻ്റെ ജനത്തോടു കൂടെ നിൽക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ നിന്നോട് കൂടെ ഇരിക്കേണ്ടുന്ന ദൈവത്തെ നീ തള്ളിക്കളഞ്ഞാൽ സർവശക്തനായ ദൈവം മറ്റൊരുവരിൽ നിൻ്റെ ആത്മാവിനെ നിറയ്ക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ശൗല് തൻ്റെ വസ്ത്രം ഊരി. ആര് കൊടുത്ത വസ്ത്രം? ദൈവം കൊടുത്ത അധികാര വസ്ത്രം, ദൈവം കൊടുത്ത പദവിയുടെ വസ്ത്രം. ദാവീദ് ചോദിച്ചിട്ടാണോ കൊടുത്തത്? അല്ല. പിന്നെയോ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവൻ്റെ അകത്ത് ഭയം വീണു. ശത്രു വെല്ലുവിളിക്കുന്ന കേട്ടപ്പോൾ അവൻ്റെ അധികാരത്തെക്കാൾ, അവൻ്റെ സ്ഥാനത്തേക്കാൾ, അവൻ്റെ മാനത്തേക്കാൾ അവൻ്റെ ജീവൻ അവന് വലുതായി തോന്നി. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനെ എടുക്കാൻ വന്നവനല്ല, സമൃദ്ധിയായ ജീവൻ തരുവാൻ വന്നവനാ. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ പകർന്നവൻ നിന്നെ നിർത്തുവാനും ശക്തനാ. പക്ഷേ ഭയം ബാധിച്ച ശൗല് തനിക്ക് ദൈവം കൊടുത്ത അംഗീകാരവും അധികാരവും ഊരിവെച്ചു. സ്തോത്രം. ഇപ്പോൾ ശൗലിൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, പിന്നെയോ ദൈവം അയച്ച ഒരു ദുരാത്മാവാ. ദുരാത്മാവ് അവൻ്റെ മേൽ വന്നതുകൊണ്ട് അവൻ തൻ്റെ രാജ്യത്തിൽ ഒരു ഭോഷനായി മാറി. എന്നാൽ ഭോഷനായി നിന്നവനോ ശ്രേഷ്ഠനായി മാറി. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഞാനൊന്നുമില്ല ദൈവമേ, എനിക്കൊന്നിനും കഴിവില്ലേ അപ്പച്ച, എന്നെ സ്നേഹിപ്പാൻ, എന്നെ കരുതുവാൻ, എൻ്റെ കൂടെ വരുവാൻ, എനിക്ക് നന്മ തരുവാൻ ആരുമില്ല സ്വർഗത്തിൽ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് ഹൃദയനുറുക്കത്തോടെ മുഴങ്കാലുമടക്കി ദൈവസന്നിധിയിൽ കരയുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ കൂട്ടുകാരിൽ പരമായി സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. അത് ഒരിക്കലും ഒരു ശത്രുവിനും തടയാൻ കഴിയത്തില്ല. നിന്നെ വിളിച്ചത് സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് ഒരുത്തനും നിന്നെ തകർക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ലെന്ന് നീ വിശ്വസിക്ക്. സ്തോത്രം. തൻ്റെ അധികാര വസ്ത്രം തൻ്റെ ശരീരത്തിൽ നിന്ന് ഊരി മാറ്റിയപ്പോൾ സർവശക്തന് മനസ്സിലായി, ഇനി ഇവൻ ഇവിടെ ഇരിക്കുവാൻ ഒരു യോഗ്യതയുമില്ല. ആർക്ക് കൊടുത്തു? സ്തോത്രം. ദാവീദിന് കൊടുത്തു. വായിച്ചേ. അവന്റെ തലയിൽ താമ്രശിര വസ്ത്രം ധരിച്ചു, തന്റെ കവചവും അവനെ ഇടുവിച്ചു, പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി. സ്തോത്രം. ഇപ്പോ ദൈവം കൊടുത്തത് മുഴുവനും ദൈവം പറയാതെ ആർക്ക് കൊടുക്കേണ്ടി വന്നു?
പ്രാർത്ഥിക്കുന്ന, തൻ്റെ രോഗത്തിൻ്റെ ശമനത്തിന് വൈദ്യനായി കടന്നു വന്ന ദാവീദിന് കൊടുത്തു. നോക്ക്, തൻ്റെ ശിരസ്ത്രം, തൻ്റെ കവചം, തൻ്റെ വസ്ത്രം, തൻ്റെ വാൾ. ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ പദവിയെ കാണിക്കുന്നത് ഇപ്പം രാജാവിലുണ്ടോ? ഇല്ല. ഇപ്പം അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? സ്വത്രം പറഞ്ഞേ, ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ദാവീദിൻ്റെ കൈ. അത് എവിടെ ഇരിക്കേണ്ടതാ? ദൈവം തിരഞ്ഞെടുത്ത ശൗലിൻ്റെ മേൽ ഇരിക്കേണ്ടതാ. ആ ശൗല് അത് ഊരി മറ്റൊരുവന് കൊടുത്തു. സർവശക്തനായ ദൈവം പറഞ്ഞു, അത് മതി മോനെ. സ്തോത്രം, ഞാൻ തള്ളിയവനെ പിന്നെ ആര് സ്വീകരിക്കും? സ്തോത്രം. നോക്ക്, ദാവീദ് ഇതൊക്കെ ഒന്നിട്ടു. ഒന്നിട്ട് സ്തോത്രം താനൊന്ന് നടക്കാൻ തുടങ്ങി. സ്തോത്രം. അർഹതയില്ലാത്തതിനെ ആഗ്രഹിച്ച് അത് നീ കവർന്നെടുത്ത് വെച്ചാൽ നീ അതിൽ ശുഭമായിരിക്കത്തില്ല. സ്തോത്രം. ദാവീദ് പറയുക, രാജാവേ, നിന്റെ പഴകിയത് എനിക്ക് വേണ്ട. ഇത് ഞാൻ ഇട്ടാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സ്തോത്രം. കുഞ്ഞേ, മറ്റൊരാളിനെ കാണിച്ചിട്ടല്ല നിന്നെ ദൈവം വിളിച്ചത്. സ്തോത്രം. മറ്റൊരാളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് നിനക്കും കൂടെ തരാമെന്ന് പറഞ്ഞല്ല വിളിച്ചത്. മറ്റൊരാളുടെ മേലുള്ള രോഗശാന്തിയുടെ ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്. അവൻ പ്രവചിച്ചത് അതിനേക്കാൾ കുറേ കൂടെ മെച്ചമായിട്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്. പിന്നെയോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് സ്വർഗത്തുനിന്ന് ചില മഹത്വത്തെ തരാനാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ ഭൂതത്തിന് മേൽ, ശാപത്തിന്മേൽ, രോഗത്തിന്മേൽ, ബന്ധനങ്ങളുടെ മേൽ നിനക്ക് ജയം ലഭിക്കും. നീ പറഞ്ഞാൽ അതിൻ്റെ മേലൊരു അത്ഭുതം വെളിപ്പെടും. സ്തോത്രം. നീ ശാസിച്ചാൽ പിശാച് ഓടിപ്പോകും. നീ രോഗിയുടെ മേൽ വെച്ചാൽ കാര്യം സൗഖ്യമാകും. സ്തോത്രം. നീ മറ്റുള്ളവർ കൊണ്ട് ഇടിവ് നിന്ന് നിന്റെ ഭവനത്തിൽ നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നിന്നെ ഉടയ്ക്കും, നിന്നെ നശിപ്പിക്കും, നിന്നെ തകർക്കും, നിന്റെ കുടുംബത്തെ ദേശത്തുനിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു പിശാചിനും നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ കഴിയത്തില്ലെന്ന് നീ വിശ്വസിക്ക്. നിന്നെ ശക്തനാക്കുന്നവൻ സകലത്തിനും മതിയായ സർവശക്തനാ. അതുകൊണ്ട് ലോകത്തിന്റെ മോഹത്തിൽ നീ പോകാതെ ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നു, അത് പ്രകാരം നീ നിന്നിട്ട് പറ, കർത്താവേ, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കാ ജീവിക്കുമെന്ന്. സ്തോത്രം. ശൗല് ദാവീദിൻ്റെ മേൽ അണിയിച്ചല്ല, ഊരി വെച്ചു. സ്തോത്രം. തൻ്റെ ദാസൻ്റെ, തൻ്റെ യജമാനനെ തകർക്കും, തൻ്റെ ജനത്തെ കൊള്ളയിടും, ദൈവത്തിൻ്റെ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ കണ്ടപ്പോൾ പേടിച്ച് അകത്ത് കയറി കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ശൗല് കൂടെ തലപ്പൊക്കി നോക്കും, കൊട്ടാരത്തിനകത്തോട്ട് അവൻ കയറി വരുന്നോ എന്ന്. പക്ഷേ വെല്ലുവിളി കേട്ട ദാവീദ് നേരെ ഗോലിയാത്തിൻ്റെ അടുക്ക ചെന്നു. സ്തോത്രം. ഗോലിയാത്തിൻ്റെ അടുക്ക ചെന്നപ്പോൾ നോക്ക്, ഗോലിയാത്ത് അവൻ്റെ ദേവന്മാരുടെ പേര് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഇസ്രായേൽ ജനത്തെയും ഇസ്രായേലിൻ്റെ ദൈവത്തെയും നിന്ദിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവിൽ എരിവുള്ള ദൈവ പൈതലേ, നിന്റെ ദൈവത്തിന് വിപരീതമായി ആരൊക്കെ ശബ്ദമുയർത്തിയാലും നീ മൗനമായിരിക്കരുത്. നിന്റെ കുഞ്ഞിനെതിരെ ആരൊക്കെ ശബ്ദമുയർത്തിയാലും നീ മൗനമായിരിക്കരുത്. നിന്റെ കൂട്ടാളിക്കെതിരെ ആരൊക്കെ ശബ്ദമുയർത്തിയാലും നീ മൗനമായിരിക്കരുത്. പിന്നെയോ നീ ദൈവസന് നെടുമ്പാട് വീഴണം. എന്നിട്ട് നീ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ തലമുറയ്ക്കെതിരെ ശത്രു വെല്ലുവിളിക്കുന്നു, എൻ്റെ കൂട്ടാളിക്കെതിരെ ശത്രു വെല്ലുവിളിക്കുന്നു, എൻ്റെ കുടുംബത്തിനെതിരെ ശത്രു വെല്ലുവിളിക്കുന്നു. ആ ശത്രുവിനോട് പോരാടുവാൻ എനിക്ക് കഴിവില്ല. നീ ഇറങ്ങി വന്ന് രക്ഷിപ്പാൻ മനസ്സലിവ് തോന്നണമേ എന്ന് ഇന്ന് പകൽക്കാലം ദൈവപാദപ്പെടുത്തുന്നോട് നീ പറയാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞെ, ലോകത്തിന് മുമ്പിൽ നീ ഒരു പോഷനാകത്തില്ല. ലോകത്തിന് മുമ്പിൽ നീ ഒരു ശ്രേഷ്ഠനായി മാറുന്നത് ലോകക്കാർ കാണും. സ്വത്രം. വെല്ലുവിളിക്കുന്ന കേട്ടപ്പോൾ ആത്മാവുള്ളവൻ അടങ്ങിയിരുന്നില്ല. അവൻ നേരെ ശൗലിൻ്റെ അടുക്ക് ചെന്നു. എന്നിട്ട് സ്വത്രം ഗോലിയാത്തോട് പറയുകയാണ്, ശൗലിനോട് പറയുകയാണ്, ഞാൻ അവനെ കൊല്ലാം. സ്വത്രം. നീ എനിക്കെന്ത് തരും? സ്തോത്രം. ഞാൻ അവനെ തകർക്കാം, നീ എനിക്കെന്ത് തരും? സ്തോത്രം. നോക്ക്, പേടിച്ച് വിറച്ച് അധികാരം നഷ്ടപ്പെട്ട് കൃപയിൽ നിന്ന് വീണുപോയി ദുരാത്മാവ് ബാധിച്ചവൻ ദൈവത്തിൽ പോലും വിശ്വാസമില്ലാതെ പറയാം, രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ തരാം. സ്തോത്രം.
ഇതാ കൃപയിൽ നിന്ന് വീണുപോയാൽ നിനക്ക് പറ്റുന്ന പരാജയം. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നീ പറയാൻ പോകുന്ന പിച്ചും പേയും. സ്തോത്രം. നീ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെയും നിനക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. സ്തോത്രം. സ്വന്തം മക്കളെപ്പോലും നീ അവിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, നിൻ്റെ കുടുംബം ദൈവം തന്നാണെന്ന് ആദ്യം നീ വിശ്വസിക്കുക. സ്തോത്രം. നിൻ്റെ കൂട്ടാളി നീ ആഗ്രഹിക്കുന്ന അത്രയും ഉയർച്ച പ്രാപിച്ചില്ലെങ്കിലും അവനിൽ ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. നിൻ്റെ കൂട്ടാളിൽ ദൈവം ഒരു ബലം കൊടുത്തിട്ടുണ്ട്. അത് തക്ക സമയത്ത് വെളിപ്പെടുന്നു. വിശ്വസിച്ചുകൊണ്ട് നീ ദൈവസന്നിധി പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ കൂട്ടാളിയെ ഉയർത്തും. നിന്റെ കലവറ ശൂന്യമാണെന്ന് നീ ഒരു പക്ഷേ തോന്നിയിട്ട് നീ നിലവിളിച്ചുകൊണ്ട് ദേശത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിൻ്റെ കലവറയുടെ ശൂന്യത നോക്കിയിട്ട് അതിൻ്റെ മേൽ കൈവച്ചിട്ട് നീ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എനിക്ക് തന്നതാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ, എൻ്റെ കൂട്ടാളിക്ക് കൊടുക്കുവാൻ എൻ്റെ കലവറ നിറയ്ക്കണമെന്നൊന്ന് പറഞ്ഞു നോക്ക്. ആ ശൂന്യത വരുമ്പം അങ്ങേലെ ചേച്ചിയെ വിളിക്കും, ഇങ്ങേലെ ചേട്ടനെ വിളിക്കും, അങ്ങേലെ ബാങ്കുകാരെ വിളിക്കും, ഇങ്ങേലെ സ്വത്രം പലിശക്കാരെ വിളിക്കും. എൻ്റെ കർത്താവ് പറയുന്നത് അവരെയൊക്കെ വിളിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ എൻ്റെ പേര് പറയുന്നത്? സ്വത്രം. എന്നിൽ ആശ്രയിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, നീ തോറ്റുപോയി എന്ന് സമ്മതിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, നിൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞുപോയി, നിൻ്റെ വിശ്വാസം കുറഞ്ഞുപോയി എന്ന് സ്വയം സമ്മതിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് നിന്നെ നിറയ്ക്കും. ഇതാ കർത്താവ് പറയുന്നത്. സ്വത്രം. ശൗല് പേടിച്ചെങ്കിൽ ദാവീദ് പേടിച്ചില്ല. കാരണം ദാവീദ് ആശ്രയിച്ച ദൈവത്തിലാണ്. സ്തോത്രം. നമുക്ക് ഗോലിയാത്തിൻ്റെ നേരെ ദാവീദ് ചെന്നപ്പം ഗോലിയാത്തിന് ചിരിയാ വന്നത്. കാരണം വലിയ വലിയ വില്ലന്മാരെയും വലിയ വലിയ കൊലകൊമ്പന്മാരെയൊക്കെ നേരിട്ട് യുദ്ധത്തിൽ വലിയ അഭ്യാസങ്ങൾ പ്രാപിച്ച് യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവൻ, എല്ലാവരുടെയും നടുവിൽ തല ഉയർത്തി നിൽക്കുന്നവൻ, ഈ ഒരു കൊച്ചു ചെറുക്കൻ ചെല്ലുന്നത് കണ്ടപ്പോൾ സ്വത്രം ഒരു ചിരിയോടെ പറഞ്ഞ്, ഇന്ന് നിന്നെ ഞാൻ കാകനും കഴുകനും തല വെട്ടി എറിഞ്ഞു കൊടുക്കും. സ്വത്രം. ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, ദാവീദ് അകത്തൊന്ന് ചിരിച്ച് കാണും. സ്വത്രം. സ്വത്രം. കാരണം ദാവീദിനറിയാം, ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാണെന്ന്. ഇന്ന് പകലിൽ കുഞ്ഞ് നീ പറ, ഞാൻ വന്നതല്ല, എൻ്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. സ്വത്രം. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നീ ഇവിടെ വിട്ടച്ച് പോവത്തില്ല. കാര്യസാധ്യത്തിനും ദുരുപയോഗം പ്രവഹിച്ചുകൊണ്ട് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നീ വന്നത്, നീ ഇട്ടേച്ച് പോവും. സ്വത്രം. എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവമാ. ദൈവത്തിന് എന്നെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിട്ടാ എങ്ങും പോകാതെ ദൈവം എന്നെ ഇതിനകത്ത് കൊണ്ടെത്തിച്ചത്. സ്തോത്രം. വിശ്വസിക്ക്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ മറന്നാലും എൻ്റെ ദൈവം നിന്നെ മറക്കത്തില്ല. സ്തോത്രം. നോക്ക്, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഗോലിയാത്ത് തകർന്ന് താഴെ വീണു. സ്തോത്രം. അവൻ്റെ തല വെട്ടിയെടുത്ത് സ്വത്രം പേടിച്ച് കട്ടിലിൻ്റെ കീഴിൽ കയറി ഒളിച്ചിരിക്കുന്ന സ്തോത്രം ശൗലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വത്രം കൊട്ടാരത്തിനകത്ത് സ്വത്രം ശൗലിനെ സ്വത്രം സ്തുതി പാടുന്ന കുറേ സഹോദരിമാരും ശൗലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പേടിച്ചു വറച്ചിരിക്കുന്ന കുറേ ചേട്ടന്മാരും ഉണ്ടായിരുന്നു. നോക്ക്, ദാവീദിൻ്റെ കയ്യിലിരിക്കുന്ന ഗോലിയാത്തിൻ്റെ തല കണ്ടപ്പോൾ അമ്മാമ്മമാരടങ്ങിയിരുന്നില്ല. സ്വത്രം. അമ്മമ്മമാരെ പാട്ട് പാടാൻ തുടങ്ങി. സ്വത്രം. അമ്മമ്മമാരുടെ പാട്ടാണ് സ്വത്രം സകല പ്രശ്നങ്ങൾക്കും കാരണമായത്. സ്വത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അമ്മമ്മ പാടിയതാ. കാരണം കർത്താവാ പാടിച്ചത്. മനസ്സിലായില്ല ഇല്ലയോ? സ്വത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പാടേണ്ടി വന്നത്? നീ കൃപയിൽ നിന്ന് പോയത് കൊണ്ടാ. ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നീ ദൈവത്തിൻ്റെ മഹത്വത്തെ തകർക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇപ്പം നീ പാടേണ്ട പാട്ട് ഇപ്പം അമ്മമ്മമാർ പാടേണ്ടി വന്നത്. സ്വത്രം. 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 ഒരു കരമരുത് ഹല്ലേലൂയ പറഞ്ഞേ. സ്വത്രം. നീ പാടേണ്ട പാട്ടാ. സ്വത്രം. എന്തുവാ? ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. ആര് പാടണം? ശൗല് പാടണം. സ്വത്രം. ഇപ്പം ശൗലിന് പാടാൻ കഴിയുന്നുണ്ടോ? എന്താ പാടാൻ കഴിയാത്തത്? കൃപ പോയി, ദൈവമഹത്വം പോയി. തൻ്റെ രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഈ ക്രിക്കറ്റുകാർ പറഞ്ഞ ഔട്ടായി. സ്വത്രം. നല്ല ഗോലിയാത്ത് സ്വത്രം ബാറ്റെടുത്ത് ബോളിനെ അടിക്കാൻ നിന്നു. പക്ഷേ നല്ല ബൗളറായ സ്വത്രം ദാവീദ് ഒറ്റ എറി കൂറ്റി തെറിപ്പിച്ചു. സ്വത്രം. ഗോലിയാത്ത്
തല കുനിക്കേണ്ടി വന്നു. ആ നിമിഷം തല വെട്ടി. സ്വത്രം. നിൻ്റെ തല ഉയർത്തിയത് ദൈവമാണെങ്കിൽ ആ തല നീ മൂലം കുനിയാനിടയാവരുത്. അങ്ങനെ കുനിയേണ്ടി വന്നാൽ ശത്രുവിൻ്റെ തലയ്ക്കകത്ത് കയറിയിരിക്കും. നിൻ്റെ തല വെട്ടി ദേശത്ത് നിൻ്റെ പേര് പോലും മാറ്റിക്കളയും. അതിനല്ല കർത്താവ് കാൽവറി ക്രൂശിൽ പങ്കപ്പാടുകൾ സഹിച്ചത്. തൻ്റെ കാരിരും പാണികളാൽ തൻ്റെ അവസാനത്തുള്ളി ചോരയും ഊറ്റിത്തന്നത്. നിന്നെ തകർക്കുന്ന ശത്രുവിൻ്റെ തല തകർത്ത് നിനക്ക് ജയം തരാമെന്ന് പറഞ്ഞ് നിന്നെ ജയത്തിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്നിരുത്തിയെങ്കിൽ ഇനി ഒരിക്കലും ശത്രു നിന്നെ തകർക്കുവാൻ സമ്മതിക്കാതെ വണ്ണം സർവശക്തൻ്റെ കൃപ നിൻ്റെ മേലെ അവൻ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ ദൈവമുഖത്തിലേക്ക് നോക്ക്. ഈ അവസ്ഥ ദേശത്തിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടപ്പോൾ സ്വത്രം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ജനം ആർത്ത് കരമടിച്ച് പറയുന്നത് പോലെ ഇതാ സഹോദരിമാര് ആ കൊട്ടാരത്തിനകത്ത് പറയാൻ തുടങ്ങി, ദാവീദ് സ്വത്രം ശൗല് 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. കേട്ട മാത്രയിൽ പിയായി അവനെ മേളിൽ കയറി. സ്വത്രം. ഇതുപോലെ സ്വത്രം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും സ്വത്രം നമ്മുടെ കുഞ്ഞുങ്ങളിലും ആര് കയറും? പിശാച് കയറും. സ്വത്രം. എങ്ങനെ കയറും? എങ്ങനെ കയറും? അപ്പൻ തലതിരിഞ്ഞു പോയാ. സ്വത്രം. സ്വത്രം. മനസ്സിലായില്ല ഇല്ലയോ? ഇസ്രായേലിൻ്റെ രാജാവായ അപ്പൻ ഇപ്പോൾ തലതിരിഞ്ഞിരിക്കുക. ശൗലിന് ഇപ്പോൾ കൃപയുണ്ടോ? സ്വത്രം. അമ്മമാർ ഇപ്പം അവിടെ മിണ്ടാനുണ്ടോ? സ്വത്രം. ഇപ്പം ആരാ പാടുന്നത്? ബാല്യക്കാരുത്തികളാ. ആരാ പാടേണ്ടത്? അമ്മാമ്മയും അച്ഛനും കൂടെ അല്ലേ പാടേണ്ടത്? അമ്മാമ്മയും അച്ഛനും കൂടെ ഇപ്പോൾ പാടുന്നുണ്ടോ? പാടാൻ സമയമുണ്ടോ? സ്വത്രം. ദൈവത്തിന് ഇരിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ആര് പാടും? സ്വത്രം. ആര് പാടും? നാട്ടുകാർ പാടും. മനസ്സിലായില്ല ഇല്ലയോ? സ്വത്രം. നീ പാടേണ്ട പാട്ട് ദൈവസനിൽ നീ നിൻ്റെ കുടുംബവും നിൻ്റെ കുഞ്ഞുങ്ങളും ചേർന്ന് ഇരുന്ന് പാടിയില്ലെങ്കിൽ നിന്നെക്കുറിച്ച് നാട്ടുകാർ പാടും. മനസ്സിലായെങ്കിൽ ഒരല്ലേലി പറ, മനസ്സിലായെങ്കിലും ആയില്ലെങ്കിൽ ഒരല്ലേലി പറ. സ്തോത്രം. സമയം തീർന്നത് കൊണ്ട് ഞാൻ നിർത്തുക. സ്തോത്രം. നിന്നെക്കുറിച്ച് ദൈവസന്നിധിയിൽ നീ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പോയാൽ നാട്ടുകാർ നിന്നെക്കുറിച്ച് പാടും. അത് നല്ല പാട്ടായിരിക്കത്തില്ല. സ്തോത്രം. അല്ലേ? അങ്ങനല്ലേ സഹോദരിമാർ പാടിയത്? തൻ്റെ യജമാനനെ പുകഴ്ത്തേണ്ടതിന് പകരം സ്തോത്രം. 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 വേണോ? വേണോ? സ്തോത്രം. നീ ദൈവത്തെ പുകഴ്ത്തിയാൽ, നീ ദൈവത്തോട് കൂടെ നിന്നാൽ ഒരു ശത്രു നിന്നെ ജയിക്കുകയില്ല. സ്തോത്രം. ദാവീദിൻ്റെ ആ ഒരു വാക്ക് സ്തോത്രം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. അതുകൊണ്ട് എൻ്റെ കരം കൊണ്ട് അവൻ്റെ മേൽ കൈവയ്ക്കാൻ ഇടവരുത്തല്ലേ ദൈവമേ. ശത്രു ആരവാരവം മുഴക്കി കുറച്ച് പെണ്ണുങ്ങൾ പാടിയ പാട്ട് കേട്ട് കൊല്ലുവാൻ വാളുമെടുത്തുകൊണ്ട് പുറകെ ഓടുമ്പോൾ തൻ്റെ മുമ്പിൽ തൻ്റെ പ്രതിയോഗി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കാ, ദൈവമേ നീ തെരഞ്ഞെടുത്ത നിൻ്റെ അഭിഷക്തൻ്റെ നേരെ കരം നീട്ടുവാൻ വാളോങ്ങുവാൻ എന്നെ ഇടയാക്കല്ലേ. അതിനുള്ള സാഹചര്യം ഒരുക്കി തരല്ലേ. നീ തന്നെ ന്യായം വിധിക്കണമേ. സ്വത്രം. ദൈവമേ കണ്ണടയ്ക്ക്. സ്വത്രം. നിന്റെ രക്ഷ ശത്രുവിൻ്റെ കരത്തിൽ അവൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞവൻ നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. സ്തോത്രം.